മീൻ മുട്ട പരിഞ്ഞൽ എന്നൊക്കെ പറയുന്നതിന് ഒരു നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഈസി പ്രിപ്പറേഷനാണ്. ബാച്ചിലർ റൂംസിലും ഫാമിലിയിലൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഇതാദ്യം മീൻ മുട്ട കഴുകി നമ്മൾ പാനിലിടുക. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും. 2 കറിവേപ്പിലയും കൂടെ ആ ഫ്ലേവർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട്, ഒന്ന് സ്മെല്ലിലൊക്കെ ഒരു ഡിഫറൻസ് വരാനായിട്ട് 2 കറിവേപ്പില ഇട്ടിട്ടിടുക. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുക, എണ്ണയും കൂടെ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യേണ്ടത്. ഇല്ലാതിരുന്നതുകൊണ്ടാണ് സൺഫ്ലവർ ആഡ്. വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ നല്ല ഫ്ലേവറാണ്. ഈ വെള്ളം ഒന്ന് റെഡ്യൂസായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഫ്ലേവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് മെയിനായിട്ട് ഇത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഈ റെഡ്യൂസായി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ബീഫൊക്കെ വഴറ്റുന്ന സമയത്തിന് കുറച്ച് കുരുമുളക് പൊടി ഇടുന്ന പോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് ഗരം മസാല കൂടെ, ലേശം പിഞ്ച് ഓഫ് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യും. അത് ഞാൻ ചില സമയങ്ങളിൽ മീൻ പൊരിക്കുമ്പോഴും ആഡ് ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു ടേസ്റ്റാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടർ, ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം, മോയ്സ്ചർ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. റെഡ്യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ ഗരം മസാല, പിഞ്ച് ഗരം മസാല ആഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കണമെങ്കിൽ അതിനുള്ള ആ മോയ്സ്ചറിൽ നമ്മൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതാണല്ലോ റെഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെള്ളം റെഡ്യൂസായി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്തിട്ട് ഡീപ് ഫ്രൈ എന്നുള്ളൊരു മോഡലിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് കുറച്ച് ഓയിൽ കുറച്ച്, കാരണം ഇതിൽ ഓൾറെഡി ഉണ്ടല്ലോ അതിൻ്റെ ഒരു മീനിൻ്റെ ഫ്ലേവറും മുട്ടയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓയിൽ ആഡ് ചെയ്യണ്ട. ഓക്കെ, ഇത് സാധനം റെഡി ആയിട്ട്.